രാജഭരണകാലത്തെ പശുക്കളെ കെട്ടാൻ ഉപയോഗിച്ച മുറികളിൽ 4 തലമുറയായി കഴിയുകയാണ് ചങ്ങനാശ്ശേരി സജീവോത്തമപുരം കോളനിയിലെ 8 മുറി നിവാസികൾ. രാജ്യത്തെ ആദ്യ മാതൃകാ പട്ടികജാതി കോളനിയിലെ അംഗങ്ങളാണ് ഇവർ. രാജഭരണം മാറി ജനാധിപത്യം വന്നിട്ട് നാളുകൾ ഏറെയായെങ്കിലും ജീർണിച്ച് നിലം പൊത്താറായ വീടുകളിൽ നിന്ന് ഇവർക്ക് മോചനമായിട്ടില്ല. തിരുവിതാംകൂർ ദിവാനായിരുന്ന സർ CP രാമസ്വാമി അയ്യരാണ് 1936-ൽ ദളിതർക്കായി കോട്ടയം ജില്ലയിലെ ചങ്ങനാശ്ശേരിക്ക് സമീപം സജീവോത്തമപുരത്ത് കോളനി സ്ഥാപിച്ചത്. ഇന്ത്യയിലെ ആദ്യ മാതൃകാ പട്ടികജാതി കോളനിയായിരുന്നു ഇത്. കോളനിയിലെ കുടുംബങ്ങൾക്ക് നൽകിയ പശുക്കളെ കെട്ടുന്നതിനായി നിർമ്മിച്ച 8 മുറികൾ പിന്നീട് 8 കുടുംബങ്ങൾക്ക് താമസത്തിനായി നൽകി. കഴിഞ്ഞ 80 വർഷങ്ങളായി തലമുറകളായി ഈ കുടുംബങ്ങൾ ഇവിടെ ജീവിക്കുകയാണ്. അറ്റകുറ്റപ്പണികൾ നടത്താൻ കഴിയാതെ ദ്രവിച്ച മേൽക്കൂരയ്ക്ക് കീഴെ വിണ്ടുകീറിയ ഭിത്തികൾക്കുള്ളിൽ നരകതുല്യമായ ജീവിതമാണ് ഇവിടെ തങ്ങൾ നയിക്കുന്നതെന്ന് 8 മുറിയുടെ ഉടമകൾ പറയുന്നു. ഇനിയിപ്പം മഴയും കാറ്റും ഒക്കെ വരുന്നു, കുഞ്ഞുങ്ങളൊക്കെ ഉള്ളതാ. ഇത് മുഴുവൻ ഒന്നടങ്കം ഏതെങ്കിലും ഒരു അറ്റം വീണാൽ മതി, ഇത് മൊത്തം താഴോട്ട് കിടക്കും. അതുപോലെ ഈ 5-ാമത്തെ മുറിയുടെ വീട് മുഴുവൻ ആ പട്ടികയും മേൽക്കൂരയെല്ലാം ഒടിഞ്ഞിരിക്കുക. ഇതിപ്പോൾ ഞങ്ങൾ ഊര് പേടിച്ചാണ് ഞങ്ങൾ ഇതിൻ്റെ അകത്ത് താമസിക്കുന്നത്. ഒരു കാറ്റും മഴയൊക്കെ വരുമ്പോഴത്തേക്കും ഞങ്ങൾ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയും കൊണ്ട് ചാടി മുറ്റത്തിറങ്ങി നിൽക്കും. ഇതിനകത്ത് ഞങ്ങൾക്ക് കിടക്കാൻ പറ്റത്തില്ല. സർക്കാരിന്റെ ഒരു സാമ്പത്തിക സഹായവും കഴിഞ്ഞ 80 വർഷത്തിനിടെ 8 മുറിയുടെ നവീകരണത്തിനായി ലഭിച്ചിട്ടില്ലെന്നും ഇവർ പറയുന്നു. റിപ്പോർട്ടർ, കോട്ടയം.